കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ യുവതിയെയും ആൺസുഹൃത്തിനെയും വീട്ടിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി. ഉരുവച്ചിറ സ്വദേശി പ്രവീണ, കുട്ടാവ് സ്വദേശി ജിജേഷ് എന്നിവരെയാണ് പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഇരുവരെയും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അരുൺ പൂപ്പറമ്പ ആ സംഭവ സ്ഥലത്തു നിന്നും തത്സമയം ചേരുകയാണ്. അരുൺ, എന്താണ് ഇവരുടെ ആരോഗ്യ നിലവിൽ? ഗുരുതരമാണോ പരിക്കുകൾ? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് സംഭവിച്ചത് അവിടെ? പ്രവീണയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നതാണ് നമുക്കിപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. രണ്ടുപേർക്കും ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനിപ്പോൾ ആ വീട്ടിൽ തന്നെയാണുള്ളത്. ഈ വീടിൻ്റെ പുറകുവശത്തെ വർക്ക് ഏരിയയിൽ അടുക്കളയോട് ചേർന്ന ഭാഗത്താണ് ഈ ഇരുവരെയും പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. നിലവിളിയും അതോടൊപ്പം തന്നെ ഈ പുക ഉയരുന്നതൊക്കെ കണ്ടാണ് പെട്ടെന്ന് ഈ സമീപവാസികളായിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് ഓടിയെത്തിയത്. അപ്പോൾ ഇരുവരും പൊള്ളലേറ്റ നിലയിലായിരുന്നു. ഈ ഗ്രില്ലിനകത്താണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, അവിടെ ഈ പെട്രോൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിലൊരു കത്തിച്ചതെന്നാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമം നടത്തിയെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ നിന്ന് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെയാണ്. അത് പിന്നീട് നാട്ടുകാരൊക്കെ എത്തി വെള്ളമൊഴിച്ചതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് നാട്ടുകാർ എത്തിച്ച് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം മാത്രമേ പോലീസ് നടത്തിയിട്ടുള്ളൂ. അതിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ്. എന്താണ് കാരണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു അന്വേഷണം ആവശ്യമാണ്. നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കുട്ടാവ് സ്വദേശിയായിട്ടുള്ള ജിജേഷ് ഇവിടെ എത്തി പെട്രോൾ ഉപയോഗിച്ച് യുവതിയെ തീ കൊളുത്താൻ ശ്രമിച്ചു. അങ്ങനെ പൊള്ളലേറ്റു. ആ കൊളുത്തുന്നതിനിടെ തന്നെ ഈ ജിജേഷിനും പൊള്ളലേറ്റു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ ഇവിടെ ഈ യുവതിയുടെ പിതാവ് ഉണ്ടായിരുന്നു. ഇത് യുവതിയുടെ വീടാണ്, പ്രവീണയുടെ വീടാണ്. പിതാവ് ഉണ്ടായിരുന്നു, ഒരു കുട്ടിയും ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്കിവിടെ എത്തി കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവർ ആദ്യഘട്ടത്തിൽ അത് അറിഞ്ഞിരുന്നില്ല. പിന്നീട് നിലവിളി കേട്ടപ്പോഴാണ് വീടിൻ്റെ പുറകുവശത്തേക്ക് ഓടിയെത്തിയത്. അപ്പോൾ പ്രദേശവാസികൾ എല്ലാം ഇങ്ങോട്ട് ഓടിയെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. ഇരുവരും സൗഹൃദത്തിലാണെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏറെക്കാല സൗഹൃദത്തിലായിരുന്നു. പക്ഷേ എന്താണ് ഇത്തരത്തിലൊരു ഒരു കുറ്റകൃത്യത്തിലേക്കൊക്കെ കടക്കാനുണ്ടായ കാരണമത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തതയില്ല. നാട്ടുകാരും വലിയ നടുക്കത്തിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ നടുക്കത്തിലാണ് നാട്ടുകാരും എന്തായാലും ഉള്ളത്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് യുവതിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഈ ജിജേഷും ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട്. ജിജേഷിനും. ഇരുവരും പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിൽ തുടരുന്നത്. ഈ സംഭവം അറിഞ്ഞ് നാട്ടുകാരൊക്കെ ഇവിടെ വലിയ തോതിലെത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ മറ്റ് ശാസ്ത്രീയ പരിശോധന, ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺ, അവിടെ ആ സമയത്ത് ആരൊക്കെയായിരുന്നു അവിടെ ഉണ്ടായത്? തൊട്ടടുത്തുണ്ടായിരുന്ന ആരൊക്കെയാണ്? ആദ്യം എത്തി ഈ സംഭവമൊക്കെ കണ്ട ആൾക്കാർ എന്താണ് ഇപ്പോൾ പോലീസിനോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞിരിക്കുന്നത്? സംഭവത്തെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും അറിയുമോ? ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച്, ഇവരുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്താണ്? അതോടൊപ്പം ഈ വീട്ടിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണോ? ഈ ആദ്യഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു യുവാവിനോട് നമുക്ക് ചോദിക്കാം. എന്തായിരുന്നു നിങ്ങൾ വന്നപ്പോൾ കണ്ടെന്തായിരുന്നു? ഞാൻ ശബ്ദം കേട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴത്തേക്ക് തീയെല്ലാം അണഞ്ഞിട്ട് രണ്ടാളോ 2 മൂലക്കായിട്ട് ഉണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് കുറച്ച് സമയം എടുത്തു. അപ്പോഴത്തേക്ക് ആംബുലൻസ് വന്നു. 2 ആംബുലൻസിലായിട്ട് 2 ആൾ ഉണ്ട്. ഇവരെ വീട്ടിലന്നേരം ആരായിരുന്നു ഉണ്ടായിരുന്നത്? വീട്ടിൽ മോളും പിന്നെ ഇവിടുത്തെ അച്ചാച്ചനും. ഈ പ്രവീണയുടെ അച്ഛനുണ്ടായിരുന്നു? ഭർത്താവിൻ്റെ അച്ഛൻ. ഈ ആദ്യം അവർ അറിഞ്ഞിരുന്നില്ല ഈ സംഭവം? പിന്നീട് ശബ്ദം കേട്ടാണോ അറിഞ്ഞത്? അവർ എങ്ങനെയാണെന്ന് അറിയില്ല. അവരെ മോളെ ഒച്ചയാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത് താഴെ ബാലാട്ടനായിരുന്നു. ചേട്ടാ, നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞത്? നിങ്ങൾ പ്രദേശവാസിയാണ്? ഞാൻ ഇപ്പോൾ എത്തിയതാണ്. ഞാൻ കുറച്ച് ദൂരമാണ്, കുറച്ചപ്പുറം. ഇത് അറിഞ്ഞിട്ടെത്തിയതാണ്. എന്തായാലും ഇപ്പോൾ ഇവിടെ ആദ്യം ഓടിയെത്തിയ യുവാവാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. അതായത് ശബ്ദം കേട്ടാണ് അവരൊക്കെ വന്ന ഘട്ടത്തിൽ ഈ പ്രവീണയുടെ ഭർത്താവിൻ്റെ പിതാവ് ഇവിടെ ഉണ്ടായിരുന്നു, ഈ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവരാദ്യം പെട്ടെന്ന് ഈ ജിജേഷ് വന്നതൊന്നും ആദ്യം അറിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ശബ്ദം കേട്ടപ്പോഴാണ് അവരൊക്കെ ഈ വീടിൻ്റെ പിൻവശത്താണ് ഈ സംഭവം ഉണ്ടായത്.
വീടിൻ്റെ പിൻവശത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. അപ്പോൾ ഇരുവരും പൊള്ളലേറ്റ നിലയിലായിരുന്നു. അങ്ങനെ ഈ തൊട്ടടുത്തുള്ള നാട്ടുകാരും അയൽവാസികളൊക്കെ ഇവിടത്തേക്ക് ഓടിയെത്തി. അങ്ങനെ അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ നമുക്ക് പ്രാഥമികമായിട്ടുള്ള പോലീസിൻ്റെ ഫൈൻഡിങ്സ് മാത്രമേ ഉള്ളൂ. അതിൽ ഇരുവരും സൗഹൃദത്തിലായിരുന്നു. ആ സൗഹൃദത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അതിനെ സംബന്ധിച്ചൊക്കെ ഒരു അന്വേഷണം വേണം. എന്തായാലും ഈ യുവാവ് ജിജേഷ് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ അതിനിടെ ഈ യുവാവിനും പൊള്ളലേറ്റു എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസിൽ നിന്നുൾപ്പെടെ ലഭിക്കുന്ന വിവരം. യെസ്, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ആ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ അതൊരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. അന്വേഷണത്തിന് ഒടുവിലായിരിക്കും അത് ലഭിക്കുക എന്ന് മനസ്സിലാവുന്നു. ആളുള്ള സമയത്ത് തന്നെയാണ്, വീട്ടിൽ മറ്റ് ആൾക്കാരുള്ള സമയത്ത് തന്നെയാണ് ഈ രീതിയിൽ ആൺസുഹൃത്ത് അവിടെ എത്തിയതും ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും.